അമ്പലക്കുളങ്ങര ക്ഷേത്രം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്പലക്കുളങ്ങര ഭഗവതി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്തുള്ള മനോഹരമായ ഒരു ക്ഷേത്രം. ഉഗ്രമൂർത്തിയായ ദേവിയോടൊപ്പം ദുർഗ, ശാസ്താവ്, ഭുവനേശ്വരി എന്നീ മൂർത്തികൾ ഒരേ പീഠത്തിലിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന്. കാർഷിക സംസ്കൃതി നിലകൊണ്ടിരുന്ന ഈ എടനാട് ഗ്രാമം ഉഗ്രമൂർത്തിയായ അമ്പലക്കുളങ്ങര ഭഗവതി. ഇവിടെ ഭദ്രകാളിയാണ് പ്രധാനം എങ്കിലും ദുർഗ, ശാസ്താവ്, ഭുവനേശ്വരി എന്നീ മൂർത്തികൾ ഒരേ പീഠത്തിൽ ഇരിക്കുന്ന ഒരു അപൂർവതയുണ്ട്. വേറെ ഒരു പഴയ ഇല്ലത്തിന്റെ മുല്ലയ്ക്കൽ ഭഗവതിയാവാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവിടെ ഇപ്പോഴത്തെ ഊരാൺമ കാലങ്ങളായിട്ട് ഇപ്പോൾ പാലേരി മനയിലേക്കാണ് ക്ഷേത്രത്തിന്റെ നിവേദ്യാദി കർമ്മങ്ങൾ നിർവഹിക്കുന്നതും ആ ഇല്ലത്തുള്ളവർ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് ഞാനാണ് ഇവിടെ രാവിലത്തെ നിവേദ്യം. ഒരു നേരം മാത്രമേ ഉള്ളൂ, വൈകുന്നേരം മണ്ഡലകാലത്ത് മാത്രം. കൂടാതെ ഈ മലയാള മാസം 1-ാം തീയതി വൈകിട്ട് ദീപാരാധനയൊക്കെ ഉണ്ടാവും. എതിർപ്പ്, കൊട്ടിഞ്ചിരി എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. കുട്ടികളെ ബാധിക്കുന്ന രോഗങ്ങൾ വരാതിരിക്കാനും തടസ്സങ്ങൾ നീങ്ങുന്നതിനുമാണ് എതിർപ്പ് നടത്തുന്നത്. കാടാമ്പുഴയിലെ മുട്ടറുക്കലിനോട് ഉപമിക്കാവുന്ന വഴിപാടാണ് എതിർപ്പ്. അതുപോലെ തന്നെ കളഞ്ഞുപോയ സാധനങ്ങൾ തിരികെ കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു വഴിപാടാണ് കൊട്ടിഞ്ചിരി. 7 അല്ലെങ്കിൽ 9 പ്ലാവില കോടി കുത്തി അതിൽ എണ്ണത്തിരി വെച്ച് പ്രാർത്ഥിക്കുക. പോയ സാധനങ്ങൾ തിരികെ ലഭിക്കും. ഈ 2 വഴിപാടിനുമായി ധാരാളം ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. 2003 മുതൽ മണ്ഡലകാലത്ത് ദീപാരാധനയ്ക്ക് ശേഷം ഒരു 7 പ്രദക്ഷിണം അമ്മേ നാരായണ എന്ന് പറഞ്ഞ് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന. അതിൽ ഏറ്റവും കുറവ് ആളുകളുള്ള ദിവസം 25 പേരെങ്കിലും ഉണ്ട്. കൂടുതൽ 100-ലൊക്കെ എൻ്റെ അടുത്ത് വരും. അത് ഈ മുപ്പട്ട വെള്ളിയാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ആളുകൾ കുറേ കൂടി കൂടും. അപ്പോൾ ഈ ദിവസവുമുള്ള ഈ പ്രാർത്ഥന, കൂട്ടപ്രാർത്ഥന ഹിന്ദു ക്ഷേത്രങ്ങളിൽ പൊതുവെ ഇല്ല. ശബരിമലയിലും ഗുരുവായൂരൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ അവിടുത്തെ ചൈതന്യവും അവിടുത്തെ തിരക്കും. ഈ നാട്ടുപ്രദേശങ്ങളിൽ അപൂർവമായിട്ടാണ് ഈ കൂട്ടമായിട്ടുള്ള ജപമുള്ളത്. ഇവിടെ ഈ 2003 മുതൽ തുടങ്ങിയ നാമപ്രദക്ഷിണം, കൂട്ടമായിട്ടുള്ള നാമ ജപിക്കുന്നതിൻ്റെ ശക്തി പറഞ്ഞാൽ തീരില്ല. 2005 ഒരു 5 ആനയെ വെച്ച് താലപ്പൊലി നടത്തി. അതൊരു നല്ല വിജയം കണ്ടപ്പോൾ പിന്നത്തെ വർഷം 2006 15 ആനയെ വെച്ച് താലപ്പൊലി നടത്താനുള്ള ഒരു അപൂർവ ഭാഗ്യം ഈ ഗ്രാമക്ഷേത്രത്തിലുണ്ടായി. തെച്ചിക്കോട്ടുകാർ, രാമചന്ദ്രൻ, പാമ്പാടി ആന, അതുപോലെ കോങ്ങാട് കുട്ടി ശങ്കരൻ തുടങ്ങിയ 15 ആനകൾ. ക്ഷേത്രമേൽശാന്തിയായ ശ്രീ പാലേലി മോഹനൻ രചിച്ച പ്രസിദ്ധമായ ചെമ്പട്ടുടുത്തുകെട്ടി എന്ന ഗാനത്തിന് ശക്തി പകർന്നത് ഇവിടുത്തെ ഭദ്രകാളി തന്നെയാണ്. താലപ്പൊലി കുംഭമാസത്തില് ഭരണിയും കാർത്തികയും കൂടിയാണ് ഒന്നിച്ചാണ്. ഒരു കാലത്ത് ഭരണി മാത്രമായിരുന്നെങ്കിലും പിൽക്കാലത്ത് പിന്നെ ഈ വാദ്യക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ആനയെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും കാരണം ഭരണിക്കും എഴുന്നള്ളിപ്പ് കാർത്തികയ്ക്കും ആയി. ഇപ്പോൾ 2-3 ദിവസങ്ങളിൽ കളമെഴുത്തും പാട്ടൊക്കെ ഉണ്ട്. ഇത് ഈ കളമെഴുത്തും പാട്ടും ആണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലുള്ള പ്രധാന ചടങ്ങ്, അല്ലാതെ കൊടിയേറ്റ് മാറാണ്ടൊന്നുമില്ല. അപ്പോൾ ഈ തന്ത്രി തിരുമേനി വേൾപ്പറമ്പ് പോലെയുള്ള ഇതുകൊണ്ട് പൂജ നടത്തും. അപ്പോൾ കൂട്ടമായിട്ടുള്ള നാമജപമാണ് ഈ അമ്പലക്കുളങ്ങര അമ്പലത്തിൻ്റെ വലിയ ശക്തി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ ഫേസ്ബുക്കിൽ സായി ശ്രീചക്ര എന്ന പേജ് ഫോളോയും ചെയ്യുക. നന്ദി, നമസ്കാരം.